മീര ഇതെന്താ? ഇത് ഫയൽസ്. ഞാൻ മീരയോട് പറയട്ടെ, നമ്മളൊരു കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് വരുമ്പോൾ അവിടുത്തെ ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇപ്പം തന്നെ ഈ ഫയൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം എങ്ങനെയാണെന്ന് മീരയ്ക്ക് അറിയാമോ? ആൽഫബറ്റിക്കൽ ഓർഡറിലല്ലേ? അതെങ്ങനെ മനസ്സിലായി? ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഓഫീസിൽ വരുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ പറ? അന്നേക്കുള്ളത് ടു ഡു ലിസ്റ്റ് അല്ല. കഴിഞ്ഞ ദിവസം ഫോളോ അപ്പ് അല്ലേ? അല്ല. തോറ്റോ? മാനേജർ ഇൻഫോർമേഷൻ. തോറ്റോ? പറ തോറ്റോ? തോറ്റോ? നമ്മൾ ഈ സീറ്റിലിരുന്നിട്ട് ഈ കമ്പ്യൂട്ടർ ഓൺ ആക്കണം. എന്താണ് രാവിലെ ജോലി മൂടിലാണല്ലോ സാറേ. ഞാൻ മറ്റേ സ്ഥിരം കോമഡി പറഞ്ഞു കൊടുക്കായിരുന്നു. ഏത് രാവിലെ ഓഫീസിൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം എന്നുള്ള കോമഡി. അതൊരു ഭയങ്കര കോമഡി ആട്ടോ. നീ എന്തിനാ? അല്ല നിങ്ങളെന്തിനാ ചിരിക്കണേ? അല്ല ഞങ്ങളിവിടെ ഒരു കോമഡി പറഞ്ഞു തിരിച്ചാ. എനിക്ക് തോന്നി എന്തോ വലിയൊരു കോമഡി നടന്നിട്ടുണ്ട്, അത് ഓർത്ത് ഞാൻ ചിരിച്ചു പോയതാ. എടാ ഈ ശ്യാമുണ്ടല്ലോ, ആരെ കണ്ടാലും ആദ്യമായിട്ട് പറയുന്നൊരു കോമഡി ഉണ്ട്. അയ്യോ രക്ഷയില്ല, ചിരിച്ചിരിച്ച് ശ്യാം. ഞാൻ എപ്പോഴും ശ്യാമിനോട് പറയാം, ഈ പരിപാടി നിർത്തിയിട്ട് വല്ല സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പോയി. മലയാള സിനിമയ്ക്ക് ഒന്നാമത് കോമഡി സിനിമകളിൽ ശ്യാമം ഉണ്ട്. സാറോട് ശരിയാ? അല്ല ശരിയാ, ശ്യാമിനെ പോലൊരു സ്ക്രിപ്റ്റ് റൈറ്ററിന് മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ട്. സാറേ നിങ്ങൾ നോക്കി, എന്തായാലും ഞാൻ സിനിമയിൽ കയറും, മലയാള സിനിമയെ രക്ഷിക്കും ഉറപ്പാണ്. ഓ എനിക്കത് കേട്ടാ. അല്ല ഈ മലയാള സിനിമ രക്ഷിക്കുന്നതിന്റെ ഇടയിലേ മീരെ ട്രൈ ചെയ്യാനുള്ള സമയം കിട്ടുമോ? അതിനൊക്കെ സമയം കണ്ടെത്തിക്കളും. ഒന്ന് പോ സാറേ. സാറ് എന്ത് പറഞ്ഞാലും ഈ ആൾക്കാർ മുമ്പിൽ പൂക്കത്തിൽ എന്നുള്ള പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഇത്ര നേരമായിട്ട് നിങ്ങൾക്ക് ഒന്നും ഒരു നാടകമില്ലല്ലോ. എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്, ഞാനെന്താ വരാം. മീര, ശ്യാമിന്റെ ട്രെയിനിങ് ഒക്കെ ഓക്കെ അല്ലേ? ശരി ശ്യാമ, നടക്കട്ടെ. മീരന്റെ കയ്യിൽ സേഫ് ആണ് കേട്ടോ. അതെ എനിക്കറിയാം. അപ്പൊ എന്തെങ്കിലും പുതിയ കോമഡികൾ വന്നു കഴിഞ്ഞാൽ എന്റെ ക്യാമ്പിലേക്ക് ഉടനെ വരണം. ആദ്യം എന്നോട് തന്നെ പറ. സാർ തീർച്ചയായിട്ടും സാറിന് വിശ്വസിക്കാം. സത്യം. പഠിക്കണ്ടേ? പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ വിളിക്കാം. ശരി ശരി. നീ ഇവിടെ സുഖിച്ചിരുന്നോ? അവിടുത്തെ ശ്യാമിന്റെ അവിടെ സ്റ്റാൻഡപ്പ് കോമഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ എന്തൊക്കെയായി പറയുന്നത്? എടാ ശ്യാം എന്തൊക്കെയോ വെളുപ്പടിച്ച കൃഷ്ണ സാറിനെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതേ വെളുപ്പടിച്ച് മീരയെ കൂടി കയ്യിലെടുക്കാനുള്ള ശ്രമമാണ്. എന്നിട്ട് മീരന്റെ റിയാക്ഷൻ കണ്ട് അവള് തലയ്ക്കകത്ത് ആൾ താമസമുള്ള കുട്ടിയല്ലേ, ഒന്നും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ പൊഴുങ്ങിയിരിപ്പുണ്ട്. അല്ല ഇങ്ങനെ ചുമ്മാ ഇരിക്കാനാണോ പ്ലാന്? എന്തേലും നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവസാനം പണിയാവും. മീരയ്ക്ക് മാത്രമല്ല. എടാ ആ ശല്യം അധിക നേരം ഇവിടെ ഉണ്ടാവില്ല. ഞാനേ ഒരു വെടിമരുന്ന് തീ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വെടിമരുന്നുകൾ ഒരുപാട് ഇതിന് മുന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവസാനത്തെല്ലാം കറങ്ങിത്തിരി നമ്മുടെ മൂട്ടിൽ തന്നെ വന്ന് പൊട്ടിയിട്ടുണ്ട്. ഇത് അതുപോലെ ആവരുത്. ഈ പ്രാവശ്യം എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല. നീ എന്നെ വിശ്വസിക്കടാ. നീ ഇതൊക്കെ പറയും, ഇതൊക്കെ കണ്ടാ മതി. നീ വന്നേ. അയ്യോ ശ്യാം സാർ, ഞാൻ ഉറങ്ങായിരുന്നില്ല, ഞാൻ ആലോചിക്കുന്നു. പ്രതീക്ഷിച്ചില്ലല്ലേ? ശ്യാമായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഞാൻ അയാളെ പ്രതീക്ഷിച്ചിരിക്കുന്നല്ല, അയാളില്ലാത്തൊരു 2 മിനിറ്റ് സമാധാനത്തോടെ ഇരിക്കാന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഇനി നിനക്ക് സമാധാനത്തോടെ ഇരിക്കുക. അവനെ ഇവിടുന്ന് ഒഴിവാക്കാനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെയല്ലേ ഇന്നലെയും പറഞ്ഞത്? ഒന്നും ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. വെയിറ്റ് ആൻഡ് സീ. എന്താ ഇവിടെ? എന്താ ഇവിടെ ബഹളം? എന്താ ബഹളം നമുക്ക് സ്കൂളോ? എന്താ ഇവിടെ? ഞാൻ ട്രെയിൻ ചെയ്ത് കാണാൻ വന്നേ. ട്രെയിനിങ് ഇവിടെ അല്ലേ? അവിടെ ഇല്ലല്ലോ. ഞാൻ മാനേജറൊന്ന് കാണാൻ പോയി പറഞ്ഞു. എന്നാലും ട്രെയിനർ ഇവിടെ ഇല്ല വേണ്ടത്. എടാ എവിടെ ട്രെയിൻ ചെയ്യണമെന്ന് എനിക്കറിയാം. നീ പോടാ. പോയിക്കോളാ. ഇവനെ പോലെ ഒരുപാട് പേര് നമ്മളെ ശല്യം ചെയ്യുന്ന കമ്പനിയിൽ ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മുടെ ശ്രദ്ധ വരുന്നത് നമ്മൾ നമ്മുടെ കമ്പനിക്ക് ആത്മാർത്ഥം കൊണ്ട് പണിയെടുക്കണം. മനസ്സിലായോ? പണിയെടുക്കും. ഇതൊക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ മൈനസ്. നീ എന്തൊക്കെയോ പ്ലാൻ ചെയ്യണമെന്ന് വേണ്ട, എന്തായി? അത് പിന്നെ
ഹലോ അയ്യോ ഓക്കെ ശരിയല്ലേ? സെറ്റല്ലേ? ആ മതി മതി. ഓക്കെ ശരി. എന്താ ഹലോ ആ ശ്യാം സാറാ. ആരത്? ആരാധികയോ? ഇപ്പൊ വരാട്ടോ, പണിയെടുത്തോ. ഹലോ ആ ആരാധിക പറഞ്ഞു. വളരെ വിഷമമുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. എന്തു പറ്റി സാർ? നമ്മുടെ പ്രിയപ്പെട്ട ട്രെയിനർ ശ്യാം. ശ്യാം? അല്ല ഒന്നുമില്ല, നമ്മുടെ ഇവിടുത്തെ ട്രെയിനിങ് നിർത്തി ശ്യാം ബാംഗ്ലൂരിലേക്ക് പോകുമായിരുന്നു. ഓ അത് ബാംഗ്ലൂർ ബ്രാഞ്ചിൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഹെഡ് ഓഫീസിൽ നിന്ന് കോൾ വന്നു എന്നാണ് ശ്യാം പറഞ്ഞത്. ആ മീരയുടെ ട്രെയിനിങ് ഞാൻ ഹെഡ് ഓഫീസിൽ സംസാരിച്ചിട്ടുണ്ട്. തൽക്കാലം ഒരു കാര്യം ചെയ്യും, രാകേഷും മനു കൂടെ തന്നെ മീര ട്രെയിൻ ചെയ്യിക്കും. ഓക്കെ സാർ. ഓക്കെ, അപ്പം വേറെ ഒന്നുമില്ല കേസ്, ഇന്നത്തെ മീറ്റിംഗ് ഇത്രേ ഉള്ളൂ. ഒരു മൂഡില്ല, ഞാൻ ചെല്ലട്ടെ. ഓക്കെ സാർ. എൻ്റെ പൊന്നളി, നീ എന്ത് മാജിക്കാണ് ചെയ്ത്? എടാ ഞാനൊരു മാജിക്കും ചെയ്തിട്ടില്ല. ഇവിടെ നടക്കുന്ന കാര്യം മൊത്തം ഞാൻ ശ്രീദർശനെ വിളിച്ചു പറഞ്ഞു. അവൻ്റെ അവിടെ വർക്ക് ചെയ്ത ഒരു മെയിൽ സ്റ്റാഫുണ്ട്. അവൻ നല്ല അസലായിട്ട് സ്ത്രീ ശബ്ദത്തിൽ സംസാരിക്കും. അവനോട് പറഞ്ഞിട്ട് ശ്യാമിനെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ. ഇവിടെ അങ്ങ് മീര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ അവിടെ നിന്ന് ഒരാൾ ഇവനെ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും, അത് സ്ത്രീ ശബ്ദത്തിൽ. ഇവ ഇവിടെ എന്തായാലും കള്ളത്തരം പറഞ്ഞു കണ്ട് ഹെഡ് ഓഫീസിലേക്ക് തന്നെ അവൻ പോകും. അത്രയും ഞാനും ചെയ്തുള്ളൂ. എന്തായാലും തലവേദന ഒഴിഞ്ഞു കിട്ടിയല്ലോ, അതിന് വലിയ കാര്യം. നിന്റെ തലവേദന ഒഴിഞ്ഞു ആര് പറഞ്ഞു? നിനക്ക് ശരിക്കും തലവേദന ഞാനില്ല ഇവിടെ. ഓ മൈ ഗോഡ്.